90s കിഡ്സ് ആയിട്ടുള്ള പലർക്കും നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന ഒരു മെമ്മറിയാണ് ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന കാർട്ടൂൺ പരമ്പര. ബാറ്റ്മാനും സൂപ്പർമാനും സ്പൈഡർമാനും ഒക്കെ കണ്ടതുപോലെ കണ്ടിട്ടുള്ള ഒരു ആനിമേഷൻ സീരീസ് ആയിരുന്നു അത്. ഏതാണ്ട് ഒരേ ഫോർമാറ്റിലുള്ള കഥ എപ്പിസോഡുകളായിട്ട് ആവർത്തിച്ച ആ ഒരു ആനിമേഷൻ സീരീസ് ഒരു ലൈവ് ആക്ഷൻ സിനിമയായിട്ട് ഇവർ എങ്ങനെ അഡാപ്റ്റ് ചെയ്യുമെന്നറിയാൻ ഒരു കൗതുകം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് വിഷ്വൽ എഫക്ട്സും മറ്റും വളരെയധികം പുരോഗമിച്ചൊരു കാലഘട്ടമാണ്. പക്ഷേ ബംബിൾ ബി സംവിധാനം ചെയ്ത ട്രാവിസ് നൈറ്റ് ഒരുക്കിയിട്ടുള്ള ഈ പടം മാർവൽ പടങ്ങൾ പോലും നാട്ടുകാർക്ക് മടുത്തു തുടങ്ങി എന്ന വിവരം അറിയാത്ത റൈറ്റർമാർ എഴുതിയതുപോലെ ഉണ്ട്. ടൈക്ക വൈറ്റിറ്റി സ്റ്റൈലൊക്കെ ഉപയോഗിക്കാൻ നോക്കി ഓരോ സീനും കോമിക്കലാക്കാൻ നോക്കുന്ന ഈ പടം കണ്ടു കഴിഞ്ഞാൽ മാർവൽ പോലും എടുത്ത് തോട്ടിൽ കളഞ്ഞൊരു ഫോർമുല എടുത്ത് മൊത്തത്തിൽ അപ്ലൈ ചെയ്തതുപോലെയുണ്ട്. സ്കെലിറ്റോർ എറ്റേണോസിനെ ആക്രമിച്ചപ്പോൾ സ്വാർഡ് ഓഫ് പവറും കൊണ്ട് അവിടെ നിന്നും ഭൂമിയിലേക്ക് രക്ഷപ്പെട്ട ആളാണ് നമ്മുടെ നായകനായിട്ടുള്ള ആഡം. നിർഭാഗ്യവശാൽ ഭൂമിയിലേക്കുള്ള യാത്രയിൽ ആ വാള് അയാൾക്ക് നഷ്ടമാകുന്നു. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം അയാൾ ആ വാള് ഒരുവിധം കണ്ടുപിടിക്കുന്നു. പക്ഷെ അയാൾ കണ്ടുപിടിച്ച വിവരം അറിയേണ്ടവരും അറിയാൻ പാടില്ലാത്തവരും ഒക്കെ അറിയുന്നു. അതിനുശേഷം ആഡത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. പഴയ ഹീമാൻ ആനിമേഷൻ സംഗതി കണ്ടിട്ടുള്ളവർക്ക് ആലോചിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ആ ഒരു കഥയും വെച്ച് ഇന്നത്തെ ജനറേഷന്റെ മുന്നിലേക്ക് ഒരു ലൈവ് ആക്ഷൻ സിനിമ കൊണ്ടുവന്നാൽ വർക്കാകാൻ ബുദ്ധിമുട്ടാണ്. ഹീമാൻ എന്ന് കേട്ടാൽ നൊസ്റ്റാൾജിയ അടിക്കുന്നവർക്ക് പോലും അത് വർക്കാകണമെങ്കിൽ മെച്ചപ്പെട്ട ഒരു കഥ വേണം. അധികാരം ലഭിക്കാൻ വേണ്ടിയിട്ട് സ്കെലിറ്റോർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ആനിമേഷൻ സീരീസിൽ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന കഥ. ആ ഒരു സംഗതിക്ക് സിനിമാറ്റിക് ആയിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാകണമെങ്കിൽ സ്കെലിറ്റോറിന്റെ ഈ ഒരു ആഗ്രഹത്തിന് കുറച്ച് ഡെപ്ത് ഒക്കെ വേണം. പക്ഷേ ഇതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ തട്ടിക്കൂട്ടിയതുപോലെ പ്രിമൈസ് സെറ്റ് ചെയ്യുന്ന തിരക്കഥ പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്നുണ്ട്. സൂപ്പർമാൻ പടവും ആദ്യത്തെ തോറും പിന്നെ തോർ റഗ്നറോക്കിന്റെ ട്രീറ്റ്മെന്റിന്റെ ഒരു ചീപ്പ് കോപ്പിയും ഒക്കെ കൂടെ ചേർത്ത് വെച്ച് ഒരു അവിയൽ പരുവത്തിലാണ് ഈ പടം കിടക്കുന്നത്. നായകന് വേണ്ടി റൂട്ട് ചെയ്യാനോ വില്ലനെ ഒന്ന് മനസ്സറിഞ്ഞ് വെറുക്കാനോ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നില്ല. എളുപ്പത്തിൽ നമ്മളെ ഈ സിനിമയിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യിക്കുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ പടത്തിന്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. ആഡവും ടീലയും ഡങ്കണും കൂടെ സ്കെലിറ്റോറിന്റെ ആളുകളെ ഫൈറ്റ് ചെയ്യുന്ന ഒരു മിഡ് എയർ ഫൈറ്റ് സീക്വൻസ് ഈ സിനിമയിലുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അതിലെ ഗ്രീൻ സ്ക്രീൻ എലമെന്റ് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ പാറക്കഷ്ണങ്ങളുടെ നടുവിൽ നിന്ന് ഒരാളെ രക്ഷിക്കാൻ ആഡം നോക്കുന്നത് കാണിക്കുന്ന സീൻ കണ്ടു കഴിഞ്ഞാൽ അത് തെർമോകോൾ പാറയാണെന്ന് ആർക്കും ഊഹിക്കാൻ പറ്റും. ക്രിഞ്ചർ എന്ന ആഡത്തിന്റെ ടൈഗർ പോലും കാണുമ്പോൾ CGI ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് റെൻഡറിംഗ് ആയിരുന്നു. ക്രിഞ്ചറും ആഡവും ഒക്കെ ഇന്ററാക്ട് ചെയ്യുന്ന സീനുകൾക്കൊക്കെ എന്തോ ഒരു സുഖമില്ലായ്മ കാണാൻ പറ്റും. $200 മില്യൺ ബഡ്ജറ്റുള്ള സിനിമയായിട്ട് പോലും പല സ്ഥലത്തും അതിനേക്കാൾ എത്രയോ ചെറിയ ബജറ്റുള്ള മലയാളം പടങ്ങളെക്കാൾ മോശമായിരുന്നു ഈ സിനിമയുടെ ഒരു വിഷ്വൽ ക്വാളിറ്റി. കഥാപാത്രങ്ങളെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയാത്ത തിരക്കഥ തന്നെയാണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ. വളരെ ജനറിക് ആയിട്ടുള്ള ബീറ്റുകളുള്ള കഥയെ ബോറടി ഇല്ലാതെ അവതരിപ്പിക്കാൻ വേണ്ടി ഡയലോഗ് ഹ്യൂമർ തലങ്ങും വിലങ്ങും അവരിട്ടിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ എത്രത്തോളം ഇമാജിനേഷൻ ഇല്ലാത്തൊരു ഐഡിയ ആണ് പടത്തിൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാവും. ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ഹീമാൻ ആയിട്ടാണ് നിക്കോളാസ് ഗാലറ്റ്സൈൻ ഈ പടത്തിൽ വന്നിട്ടുള്ളത്. ആനിമേറ്റഡ് സീരീസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ക്യാരക്ടറിനെ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫിസിക്കലായിട്ട് കാണുമ്പോൾ വാളും പിടിച്ച് നിൽക്കാനുള്ള ഒരു ബോഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ഒരു വെപ്രാളക്കാരനാക്കിയത് അങ്ങോട്ട് ലാൻഡ് ആകുന്നില്ല. കമീല മെൻഡിസിന് ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൽ വൃത്തിക്ക് കയറുക എന്നതല്ലാതെ കാര്യമായ പരിപാടിയൊന്നും ഇവിടെ ചെയ്യാനില്ല. തോറിൽ ഹിംദാൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഇഡ്രിസ് എൽബയ്ക്ക് ഏതാണ്ട് സമാനമായൊരു റോള് തന്നെയാണ് ഇതിൽ ഡങ്കനായിട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. ജാരഡ് ലെറ്റോ ആണ് സ്കെലിറ്റോറിന്റെ റോൾ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ മുഖം അങ്ങനെ കാര്യമായിട്ട് സിനിമ ഉപയോഗിച്ചതായിട്ട് തോന്നിയില്ല, ഫോർ ഒബ്വിയസ് റീസൺസ്. പക്ഷേ മനസ്സിലാവാത്തത് ഒരു വില്ലനെ ഇങ്ങനെ കോമാളിയാക്കിയതിന്റെ പിന്നിലെ യുക്തിയാണ്. റീലുകളിൽ ഇപ്പോൾ വരുന്ന മീമായിട്ടുള്ള സ്കെലിറ്റോറിന്റെ അൺടിൽ വി മീറ്റ് അഗെയിന് പോലും ഒരു ഈവിൾ ടച്ച് ഉണ്ട്. അത് ഈ പടത്തിൽ മൊത്തത്തിൽ മിസ്സിംഗ് ആയിരുന്നു. ഹീമാൻ സീരീസിലുള്ള പല കഥാപാത്രങ്ങളും ചുമ്മാ വന്നു പോകുന്ന ലെവലിൽ ഈ സിനിമയിലുണ്ട്. എറ്റേണിയ എന്ന ലോകം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് ഈ പടത്തിന്റെ എന്നതുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ ആകുന്നില്ല. പടത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഈ ഹീമാൻ എന്ന പേര് ഇന്നത്തെ കാലത്ത് എന്തൊരു ക്രിഞ്ചാണ് എന്നത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു സീന് വരുന്നുണ്ട്. ആ ഒരു സീൻ സെറ്റപ്പ് ചെയ്ത പരിപാടി സാമാന്യ രസകരമായിരുന്നു. പക്ഷെ 2 മണിക്കൂറിന് മുകളിലുള്ള ഒരു പുതുമയും ഇല്ലാത്ത സംഗതികൾ കണ്ടു തള്ളിയതിന് ശേഷമാണ് പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു സീന് കാണാൻ കിട്ടുന്നത്. കോമിക്കിന്റെ ബാക്കിയുള്ള സംഗതികളിലേക്ക് പൈസ ഇറക്കുന്നതിന് മുന്നേ ബൈ ദ പവർ ഓഫ് ഗ്രേസ്കൽ കേൾക്കാനും കാണാനും വേണ്ടി ഈ ഒരു ആനിമേഷൻ സീരീസിന്റെ ലൈവ് ആക്ഷൻ കാണാൻ മിലേനിയലുകൾ കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് വരുമോ എന്നറിയാൻ വേണ്ടി കാര്യമായിട്ട് മെനക്കെടാതെ തട്ടിക്കൂട്ടിയ ഒരു ഒറിജിൻ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാവുന്ന പടമാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്